ഹായ് ഹലോ വിവേഴ്സ്. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് കൊണ്ടുപോകണത്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാം. അപ്പം ഞാൻ ദേ ചൂട് ചോറ് വിളമ്പട്ടെ. രാവിലെ ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകണമല്ലോ. അപ്പോൾ അന്നേരം ഞാൻ ഓർത്തന്ന് പിന്നെ രാവിലെ തന്നെ ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നതൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അന്നേരം നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി എന്തൊക്കെയുണ്ട് കറികളെന്നൊക്കെയുള്ളതെന്ന് കാണാമല്ലോ. ഇതേ ചോറ് വിളമ്പി വെച്ച് നമ്മളിതേ കുറിച്ചി പറ്റിച്ചതാണ്. കുറിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാംസമുള്ള കുറിച്ചിയാണ് കേട്ടോ. നല്ല മാംസമുണ്ട് ഇതിന്. ഇതിനാണെങ്കിൽ സാധാരണ കല്ലം കുറിച്ചിയല്ല ഇത്. അതത്രയും മതി. അപ്പോൾ ഇനി ഇത് അടച്ച് വെക്കട്ടെ. ഇനി അടുത്ത കറി എന്താണെന്ന് നോക്കാവേ. അടുത്തതേ ഒരു രസമാണ്, അതായത് തമിഴ്നാട് സ്റ്റൈലിൽ വെച്ചതാണ്. അപ്പോൾ ഇനി രസം ടിഫിനകത്ത് രസം ഇപ്പോൾ ഈ പനിയൊക്കെയുള്ള സമയമല്ലേ, ഈ തണുപ്പ് സമയത്ത് നമുക്കിത് രസം മോരിനേക്കാട്ടിലും നല്ലത് രസമല്ലേ. അപ്പം ഞാൻ ഇത് രണ്ടും അടച്ചു വെക്കട്ടെ. ഇനി അടുത്തത് എന്തുവാന്ന് കാണിക്കാം. ഇനിയും അടുത്തത് ഞാൻ വിളമ്പാൻ പോകുന്നത് മെഴുക്ക് പുരട്ടിയാണ്. മെഴുക്ക് പുരട്ടി ചോറിനകത്തോട്ട് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ അന്നേരം അതിൻ്റെ എണ്ണയൊക്കെ ആ ചോറിനകത്തോട്ട് ഇറങ്ങി ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമുക്കാണെങ്കിൽ വേറെ അച്ചാറുകളൊന്നും അദ്ദേഹം കൂട്ടത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ടിഫിൻ അടയ്ക്കാം. മീനൊക്കെ ഉള്ളത് കൊണ്ടേ പിന്നെ മുട്ടയൊന്നും കഴിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീൻ പറ്റിച്ചതും രസവും മെഴുക്ക് പുരട്ടി ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയായി കേട്ടോ. അപ്പോൾ അന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ. ഉച്ചക്കത്തേക്ക് എൻ്റെ ഹസ്ബൻഡുള്ള ലഞ്ച് റെഡിയാക്കി കൊടുത്തത് കണ്ടല്ലോ എല്ലാവരും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.